കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ളവന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ ഇടയാവട്ടെ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. വിശ്വസ്തയോടെ നടക്കുകയും ദൈവം നമുക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. യഹോവ തന്റെ ജനത്തെ അറിയുന്നു, അവരെ കാണുന്നു. മരുഭൂമിയിലും കൊടുങ്കാറ്റിലും സമുദ്രത്തിലും സഹോദരങ്ങളെ അവിടുത്തെ വഴിയുണ്ട്. ഉന്നതനായ ദൈവത്തിന്റെ കരം എല്ലാ ദിവസവും നമ്മളെ ടച്ച്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എന്നും പ്രഖ്യാപനം ചെയ്യാൻ നമുക്കിടയാവണം. വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലത്തെ കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി വായ്ത്തത്വങ്ങൾ പ്രാപിച്ചു. ആ വിശ്വാസം ഇന്നും നമ്മുടെ അകത്ത് വ്യാപരിക്കുമെങ്കിൽ സകല ശക്തികളെയും ജയിക്കാൻ നമുക്കിടയാവും. വിശ്വാസത്താൽ നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ വിശ്വാസത്തിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിത്തീരണം. വിശ്വാസത്തിൽ ശക്തരായിട്ട് വീര്യമുള്ളവരായിരിക്കണം. എങ്കിലേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. ധൈര്യം ചോർന്നു പോയാൽ നമ്മൾ പരാജയപ്പെടും. ദാവീദൊക്കെ നോക്കൂ, ഫലിസ്ത്യ ശക്തികൾ വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളി ദാവീദ് ഒറ്റയ്ക്ക് ഏറ്റെടുക്കുക. ആത്മാവിന്റെ ശക്തി വന്നാൽ സകലത്തെയും ജയിക്കാം. 18-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന് പറയാൻ ഇടയായാൽ ഒന്നും നമുക്ക് ഭാരമാവില്ല. പടക്കൂട്ടം സ്ട്രോങ് ആണ്, പക്ഷെ അതിനെ നേരിടാനുള്ള ആത്മാവിന്റെ അഭിഷേകം, അധികാരം നമ്മുടെ അകത്ത് ഇന്ന് പകൽ വന്നാൽ മൂവ് ചെയ്യാനിടയായി. ഇസ്രായേൽ തോറ്റ പിന്മാറിക്കൊണ്ടിരുന്നപ്പോഴാണ് ദാവീദ് ഫിലിസ്ത്യ ശക്തിയുടെ വെല്ലുവിളി ഏറ്റെടുത്തത്. ഇതാണ് രാത്നികൻ. പ്രശ്നങ്ങളെ കണ്ട് പുറകോട്ട് മാറാൻ അവൻ മുമ്പോട്ട് തന്നെ പോകും. ചാടിക്കടക്കേണ്ടതിന് ചാടിക്കടക്കും, നേരിടേണ്ടതിനെ നേരിടും. പുറപ്പാട് പുസ്തകം 4:15 നമുക്കറിയുള്ള വാക്യമാണ്. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ് കൊടുത്തതാർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയവൻ ആർ? യഹോവയെ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് 3 ഉണ്ട്. ഒന്ന്, മനുഷ്യന് വായ കൊടുത്താര്? ഉമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാര്? 3, യഹോവയായ ഞാൻ അല്ലയോ? അടിമത്തത്തിൽ കുടുങ്ങിപ്പോയ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് ചിന്തിച്ച ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കാൻ ദൈവം മോശയെ തെരഞ്ഞെടുക്കുക. മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി കേട്ടു, സങ്കടം അറിഞ്ഞു എന്ന് പറഞ്ഞ ദൈവം ഇറങ്ങി വന്ന് മോശയോട് അരുളി ചെയ്യുകയാണ്, നീ ഈ ജനത്തെ പുറപ്പെടുവിക്കും. മോശ പലതവണ ഒഴിഞ്ഞു മാറി. അവസാനം മോശ പറയുകയാണ്, കർത്താവെ, ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനാണ്. തന്റെ
കുറവുകൾ ദൈവസന്നിധിയിൽ താൻ നിരത്തുകയാണ്. ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല, 1. ഞാൻ വിക്കനാണ്, 2. തടിച്ച നാവുള്ളവന്, 3. അതിനാണ് യഹോവ മറുപടി പറഞ്ഞത്. നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്നും നടക്കത്തില്ലെന്നും സാഹചര്യം ഇങ്ങനാണെന്നും ഞാൻ എന്തോ ചെയ്യണമെന്നും ഒന്നും ദൈവത്തോട് പറയേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായി ദൈവാത്മാവ് പറയുന്നു, നിന്റെ സാഹചര്യം അനുസരിച്ചും പരിധിയും അനുസരിച്ചും പരിമിതി അനുസരിച്ചും നിന്റെ കഴിവനുസരിച്ചും മിടുക്കനുസരിച്ചും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവമുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവം നമ്മെ കൊണ്ട് ചെയ്യും. നമ്മളിതെങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കുന്ന വിഷയം നമ്മളിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പ്ലാൻ ഉള്ളപ്പോ ഒഴിഞ്ഞു മാറരുത്, പുറകോട്ട് മാറരുത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ മുൻപോട്ട് ഗമിക്കാൻ തയ്യാറാകട്ടെ. ഇവിടെ ദൈവം മോശയോട് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അതിന് യഹോവ മോശയോട്, മനുഷ്യന് വായ് കൊടുത്തതാരാ? വായെ നിർമ്മിച്ചതാരാണ്? ഞാനല്ലയോ? എന്നുവെച്ചാൽ നിന്റെ കുറവുകൾ പരിഹരിക്കാൻ എനിക്ക് കഴിയില്ലേ? നിനക്ക് സംസാരിക്കാൻ കഴിയത്തില്ലെന്നും തടിച്ച നാവാണ് എന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറുമ്പോൾ കുരുടനെയും കാഴ്ചയുള്ളവനെയൊക്കെ ഒരുപോലെ സൃഷ്ടിച്ചത് ദൈവമാണ്. അതുകൊണ്ട് നീ അത് പറയണ്ട എന്നാണ് ദൈവം പറഞ്ഞത്. കണ്ടോ, വായ് കൊടുത്തതാര്? ഒരു ചോദ്യചിഹ്നമാണ്. അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാര്? സൃഷ്ടിതാവായ ദൈവമാണ് നിന്നെ അയക്കുന്നത്. ഉത്തരവാദിത്തമുള്ളവനാണ് നിന്നോട് പോകാൻ പറയുന്നത്. പുറപ്പെടുവിക്കാൻ കഴിവുള്ളവനല്ലേ നിന്നോട് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ പറയുന്നത്? പിന്നെന്തിനാ നീ അറച്ചു നിൽക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങളുടെ മുമ്പിൽ പരിമിതികൾ പറഞ്ഞ്, നെഗറ്റീവുകൾ പറഞ്ഞ് സംശയിച്ചു നിൽക്കാതെ സർവശക്തൻ പോകാൻ പറഞ്ഞാൽ, സ്റ്റെപ്പ് എടുക്കാൻ പറഞ്ഞാൽ മുൻപോട്ട് ധൈര്യത്തോടെ പുറപ്പെടണം. അതിന് കണക്കൂട്ടലുകൾ മാറ്റിവെക്കൂ. ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. അടുത്ത് നോക്കൂ. ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കേണ്ടത്. നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. അതുകൊണ്ട് ദൈവാത്മാവ് പറയും, ഇന്ന് പകൽ നീ ചെല്ലുക, നീ അവിടേക്ക് ചെല്ലുക, നീ പോകുക. എന്ത് സംസാരിക്കണം? ആര് പറഞ്ഞാലും അംഗീകരിക്കാത്ത വിഷയം, വിട്ടയക്കാത്ത വിഷയം, തീർപ്പ് കൽപ്പിക്കാത്ത വിഷയം, നീ ചെല്ലാൻ തയ്യാറായാൽ നിന്റെ നാവിനോടുകൂടെ, നിന്റെ നാവിനെ ദൈവത്തിന്റെ നാവാക്കി ദൈവം തീർക്കും. നീ സംസാരിക്കുമ്പോൾ ദൈവാലോചന നിന്റെ നാവിലൂടെ പുറത്തു വരും. ആർക്കും തിരിച്ചു പറയാൻ കഴിയാത്തതുപോലെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യും. പലരും പരാജയപ്പെട്ട ഇടത്ത് നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ എന്റെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുമ്പോൾ പരാജയപ്പെടാനല്ല, പിന്മാറാനല്ല, ധൈര്യത്തോടെ ചില സ്റ്റെപ്പുകൾ എടുക്കാൻ ദൈവാത്മാവ് വീണ്ടും ശക്തമായ ആഹ്വാനം ചെയ്യുന്നു. നിന്റെ നാവിനെ മൂർച്ചയുള്ള ഒരു അമ്പാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയില്ലേ? ആകയാൽ നീ ചെല്ലുക, ആകയാൽ നീ ചെല്ലുക. ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടതിന് നിനക്ക് ഉപദേശിച്ച് തരും. ഇന്ന് പകൽ ചെല്ലാൻ തയ്യാറാകൂ. സംസാരിക്കേണ്ടത് ഉപദേശിച്ചു തരുന്ന ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വെളിപ്പെടുക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. അത്ഭുതങ്ങൾക്ക് സ്തോത്രം, അടയാളങ്ങൾക്ക് സ്തോത്രം, വീഡിയോ പ്രവർത്തികൾക്ക് സ്തോത്രം, ഞങ്ങളുടെ മഹത്വത്തിന് സ്തോത്രം. യേശുവിൻ നാമം തന്നെ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മൂവ് ചെയ്യൂ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വചനങ്ങളെ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ.